Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. തിരുവൈരാണിക്കുളത്തേക്ക് ജനലക്ഷങ്ങളെത്തും. മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ തിരുനട ജനുവരി 12 തുറക്കും. നട തുറപ്പ് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണ കൈലാസമെന്ന് അറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. അഭീഷ്ടവരദായകനായ ശ്രീ മഹാദേവൻ സ്വയംഭൂവായാണ് ക്ഷേത്രത്തിൽ വാണരുളുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതലുള്ള 12 ദിവസം മാത്രമേ ശ്രീപാർവതി ദേവിയുടെ നട തുറക്കൂ എന്നതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ സവിശേഷത. നട തുറപ്പ് വേളയിൽ ശ്രീ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും ദർശനം നടത്തി മംഗല്യ സൗഭാഗ്യവും ഇഷ്ടസന്താന ലബ്ധിയും ദീർഘമാംഗല്യവും നേടാൻ ജനലക്ഷങ്ങളാണ് തിരുവൈരാണിക്കുളത്തേക്ക് എത്താറുള്ളത്. ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം ജനുവരി 12 മുതൽ 23 വരെ നടക്കും. ഉത്സവ ചടങ്ങുകൾ പൂർവാധികം ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷിക്കപ്പെടുന്ന നടതുറപ്പ് മഹോത്സവത്തിന് റിസൾട്ട് ഭാഗമായി തിരുവാഭരണ ഘോഷയാത്ര അപൂർണനിക്കല് ക്ഷേത്രത്തിൽ നിന്നും 4:30 തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായിട്ട് വരും. കാലനെന്തിയ ബാലികമാരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളത്തോടുകൂടി ആണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. ഈ ഘോഷയാത്ര ഏതാണ്ട് ഒരു 7:15 ക്ഷേത്രത്തിന്റെ മെയിൻ ഗോപുരനടയിൽ വരികയും അവിടെ നിന്ന് തിരുവാഭരണം കൂട്ടായ്മ പ്രതിനിധികളും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളോടുകൂടി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയി അത് മേൽശാന്തിയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുകയും മേൽശാന്തി അത് ചാർത്തിയതിനു ശേഷം 8 മണിയോടുകൂടി നട തുറക്കും. ഈ 12-ാം തീയതി 8 മണിയോടുകൂടി നട തുറക്കുന്നതോടുകൂടി ഈ തിരുവൈരാണിക്കുളം പ്രദേശത്ത് ഒരു ഉത്സവ ലഹരി ആയിരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കർത്തവ്യം. അതിന് അവർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവിയുടെ പ്രധാന വഴിപാടുകളായ പട്ട്, താലി, മഞ്ഞൾപ്പറ, എള്ളുപറ, തൊട്ടിൽ നിവേദ്യം എന്നിവ ക്യൂവിൽ നിന്ന് അവർക്ക് വാങ്ങിക്കാവുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട്. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ചാർത്തിയ പട്ട്, അരവണം, അപ്പം നിവേദ്യം, അവിൽ നിവേദ്യം, ഈ വഴിപാട് കഴിഞ്ഞ് പ്രസാദ കിറ്റ് എല്ലാം കൂടെ ചേർന്ന് പ്രസാദ കിറ്റ്
ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സൗകര്യപൂർവ്വം അവർക്ക് വാങ്ങിച്ച് പോകാം. വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം, കഞ്ഞി, പുഴുക്ക്, അച്ചാർ ഇവ തൊട്ടടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ ഇവരുടെ സുരക്ഷിതത്തിനായി ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാലടി തൊട്ടടുത്തുള്ള കാലടി സ്റ്റേഷനിലുള്ള പോലീസുകാരും ആലുവ പെരുമ്പാവൂർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ ഇവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്നതാണ്. കൂടാതെ 1700 വാളണ്ടിയർമാർ ഈ ക്ഷേത്രോത്സവത്തിന് വേണ്ടി വർക്ക് ചെയ്യും. വിവിധ കൗണ്ടറുകളിലും വിവിധ സ്ഥലങ്ങളിലുമായി ഇവർക്ക് പ്രത്യേകം ഭക്ഷണ സൗകര്യം, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ നടുതുറപ്പിന്റെ വിജയത്തിനായിട്ട് അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നമ്മളോടൊപ്പം സഹകരിക്കുന്ന പത്ര മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളും മറ്റു ആരോഗ്യ വകുപ്പ്, പഞ്ചായത്ത് ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മളോടൊപ്പം മുൻകാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. വീണ്ടും അവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമ്മളോടൊപ്പം നിങ്ങളുമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ നറുക്കെടുപ്പ് 2025 ഈ മാസം ജനുവരി 12-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ്. ജനുവരി 12 വൈകിട്ട് 4:30 അടൂർ മണിയിൽ നിന്നും തിരുവാഭരണം എഴുന്നേറ്റ് കൊണ്ടുപോയി വാദ്യാഘോഷയാത്രയോടുകൂടിയാണ് രാജ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി അത് ഏകദേശം 7:15 ആകുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. അത് കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി 8 മണിക്ക് നടക്കും. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ആലുവയിലെ ശ്രീ അൻവർ സാഹിബ് ഒരു അവലോകനയായിരുന്നു ആലുവ ടൂറിസ്റ്റ് റെസിഡൻസ് വെച്ച് പോവുകയുണ്ടായി. അപ്പൊ അതിലെ അദ്ദേഹത്തിന് പുറമെ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി ലീല പങ്കെടുത്തിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും വ്യക്തമായി ഉദ്ദേശിക്കുന്ന എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും കൊടുത്ത് അതനുസരിച്ച് അവർ വേണ്ട ഒരുക്കുന്നതിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത് നിരീക്ഷണം സംബന്ധിക്കുന്ന മറ്റേ ഫണ്ട് ഉപയോഗിച്ച് കളക്ടറുടെ പ്രത്യേക താല്പര്യമെടുത്ത് നമ്മുടെ ഉദ്ഘാടനങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങളുടെ തന്നെ ബഡ്ജറ്റിലും സാധാരണയുണ്ട്. ബഡ്ജറ്റില് 1 തൊട്ട് ജാനുവരി 1 തൊട്ട് അതിന്റെ ഉറപ്പാക്കി ചലച്ചിത്ര നടി ശ്രീമതി ശിവതയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇതിൽ തന്നെ ജാനുവരി തുടങ്ങുന്ന ദിവസം 1 മണിക്കൂറാണ് ഓൺലൈനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് 8 തൊട്ട് 9 വരെ. മറ്റു ദിവസങ്ങളിൽ 4 തൊട്ട് വൈകിട്ട് രാത്രി 9 മണി വരെ നടക്കുന്നത്. അതിന് ഓരോ മണിക്കൂറിന്റെ സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 23-ാം തീയതി നട അടയ്ക്കുമ്പോൾ വൈകിട്ട് 5 വരെയാണ് ഓൺലൈൻ ബുക്കിങ്ങിന്റെ ഇത്. 5 മണി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതാണ്. 7 വരെ ദർശനമുണ്ട്. അത് മറ്റു ചടങ്ങുകൾക്കായി ഇത് നടന് മറ്റു ചടങ്ങുകൾക്കായിട്ട് 8 മണിയോടുകൂടി നട അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇതിന് വിപുലമായ വിവരങ്ങളാണ് ക്ഷേത്രത്തിൽ
ചെയ്തിരിക്കുന്നത്. ഈ ഭക്ഷ്യക്യൂവില് നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സാധാരണ ക്യൂവിൽ നിൽക്കുന്ന സംവിധാനവും ഒരു കൂടുതൽ സുരക്ഷിതമായ ഒരു ക്രമീകരണങ്ങളോടെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആ നേരത്തെയുള്ള പന്തുകളൊക്കെ മാറ്റി അതിനൊരു കൂടുതൽ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് അത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ യുവോത്സവത്തിലൂടെ തന്നെ ഈ നമ്മുടെ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ ചെയ്യുക. അതായത് ഒരു വേസ്റ്റ് താഴെ വീണ് അപ്പം തന്നെ പറക്കാനായിട്ട് ഇവിടെ അതുപോലെ പാലത്തിന്റെ അളവ് തൊട്ട് ഇവിടെയുള്ളേക്ക് ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ റോഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളിലും ക്യൂബുകളിലും പാർട്ടി ഗ്രൗണ്ടുകളിലൊക്കെ ആളുകളെ നമ്മൾ നിർത്തിയിട്ടിട്ട് ആരെങ്കിലും വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് വേണ്ട മുന്നറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അപ്പോഴപ്പോൾ തന്നെ അത് ബാഗുകളിലാക്കിയിട്ട് വൈകിട്ട് അത് പുറത്ത് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖനമാലിന്യവും ദ്രവമാലിന്യവും പ്രത്യേകം അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രീതിയിലാണെങ്കിലും അവര് എക്സ്പോർട്ടുകളും ഒക്കെ ഇപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട പരിശോധനകളും ഒക്കെ നടത്തും. ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നമ്മളോടൊപ്പം ഇത്തവണ എല്ലാ തവണയും നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഓരോ തവണയും വരുമ്പോഴുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അടുത്തത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും കൂടുതലായി ചെയ്തിട്ടില്ല. ഈ ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. കാരണം അമ്പലം ഓൺലൈൻ വഴിപാട് നോക്കി അതായത് ഓൺലൈൻ ഇതിന് നടന്നെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ളത് തന്നെ ഓൺലൈനായിട്ട് തന്നെ വഴിപാടുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അതിന് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെർച്വൽ ഗവൺമെന്റ് സാധാരണ ടൂറുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള വഴിപാട് കൗണ്ടറുകൾ ഒരു പ്രത്യേക ഒരു കൗണ്ടർ ഈ ഇങ്ങനെയുള്ള ഓൺലൈൻ ബുക്കിംഗിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ KSRTC അവരുടെ ബജറ്റ് ടൂറിസം ഇതിൽപ്പെടുത്തി അവരുടെ 93 ഡിപ്പോകളിൽ ഇപ്പോൾ തന്നെ വണ്ടികളായിട്ടുണ്ട്. അതിന് ഏകദേശം 250 KSRTC ബസ്സുകൾ ഈ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ പെടുത്തി ഈ 12 ദിവസം ഇവിടെ വരും. ആദ്യത്തെ ദിവസം തന്നെ 4 വണ്ടികളുണ്ട്. ആകെ ഉരുവെടുക്കുന്നത് ഈ ലക്ഷത്തിലുണ്ടെങ്കിൽ ആ സമയത്ത് 4 വണ്ടികൾ വരുന്നത് അത് കൂടുതൽ ആൾക്കാരൊന്നും കൊണ്ടു. അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഈ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അവർ ക്വാളിറ്റി വളരെയധികം ബസ്സിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു. പിന്നെ ബൾക്ക് ബുക്കിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം ക്ഷേത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ KSRTC ടൂറിസ്റ്റ് പ്രൈവറ്റ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ സംഘടനകൾ SND യോഗക്ഷേമ സഭ അങ്ങനെയുള്ള സഭകൾ അവർക്ക് ബൾക്കായിട്ട് ഒരു ബ്രാഞ്ചിൽ യൂണിറ്റ് പറഞ്ഞെങ്കിൽ അതിനുള്ളൊരു സംവിധാനം 50 പേർക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനവും ക്ഷേത്രം ഒരുക്കിയുമുണ്ട്. അപ്പൊ അത് ആർക്കും ഉപയോഗിക്കാവുന്ന ധാരാളം പ്രൈവറ്റ് ബസ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സും KSRTC അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ അമ്പലം കഴിഞ്ഞു വരുന്ന ആളുകളുടെ ഭക്തർക്ക് അവർക്ക് വേണ്ട ഈ അരവണ പായസം കഴിയുന്നില്ല. അത് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് അരവണ പായസം കഴിയുന്നത്. അപ്പൊ അതിനൊപ്പം അത് പുറത്തൊരു കൗണ്ടർ മക്കളിലുള്ള പല അനേക ഭക്തരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ അരവണ പായസം കഞ്ഞി നടത്തുന്ന അന്നദാനം നടത്തുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവരൊരു ഈ അരവണ പായസത്തിന് മാത്രമായിട്ടൊരു കൗണ്ടർ സജ്ജീകരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ട് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പത്രസമ്മേളനത്തിനിടയ്ക്ക് ഒരു മറുപടി പറയുന്നുണ്ട്.
അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജനുവരി 12 വൈകിട്ട് 4:30 തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം രാത്രി 8 പ്രത്യേക ആചാരങ്ങളോടെ ശ്രീപാർവതി ദേവിയുടെ നട തുറക്കും. 23 വരെയുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 4 മുതൽ രാത്രി 9 വരെ ദർശനത്തിനായി ശ്രീപാർവതി ദേവിയുടെ നട തുറന്നിരിക്കും. ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂ നിൽക്കുന്നതിനായി 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വഴിപാടുകൾക്കായി ക്യൂവിൽ തന്നെ കൗണ്ടറുകൾ ഉണ്ടാവും. പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, KSEB, ആരോഗ്യം, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെ സേവനവും ക്ഷേത്ര പരിസരത്ത് ഉറപ്പുവരുത്തും. വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTCയുടെ ഹ്രസ്വ ദീർഘദൂര സർവീസുകളും ഉണ്ടാകും. വാഹന പാർക്കിങ്ങിനായി 6 പാർക്കിംഗ് ഗ്രൗണ്ടുകളും മറ്റു സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഒരുക്കിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PU രാധാകൃഷ്ണൻ, സെക്രട്ടറി AN മോഹനൻ, അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, PK നന്ദകുമാർ, MS അശോകൻ, MK കലാധരൻ, PR ഷാജികുമാർ, PK വേണുഗോപാൽ, N ഷാജൻ, PV ദിലീപ്, AP സാജു, KG ശ്രീകുമാർ എന്നിവരും പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.